ദൃശ്യം 3 വെട്ടാൻ ബദലേം കുടുംബ യൂണിറ്റ് അല്ലെങ്കിൽ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ബദലേം കുടുംബ യൂണിറ്റ്. ഇത് ഓണത്തിന് റിലീസ് ചെയ്തു. ഈ പറഞ്ഞ പോലെ 21-ാം തീയതി റിലീസ് ചെയ്തു. ആദ്യത്തെ 3 ദിവസം, അതായത് വെള്ളി, ശനി, ഞായർ, ഓണത്തിരക്കുകളൊക്കെ ഉണ്ടെങ്കിൽ മലയാളികൾ ഒരു നല്ല സിനിമ വന്നാൽ കയറി കാണുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബദലേം കുടുംബ യൂണിറ്റിൻ്റെ കളക്ഷൻ. ആദ്യത്തെ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് നേടിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ 64 കോടി രൂപയാണ്. ഏകദേശം ഇന്നൊക്കെ നാളെ ഒന്നും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ള അവസ്ഥയാണ് എല്ലായിടത്തും. ചെറിയ സെൻട്രലിൽ പോലും ടിക്കറ്റ് കിട്ടാനില്ല. ഇങ്ങനെയാണെങ്കിൽ 5 ദിവസം കഴിയുമ്പോൾ തന്നെ 100 കോടി ക്ലബിൽ എന്നുള്ള ഉറപ്പാണ്. ഏകദേശ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഇനി അങ്ങോട്ട് അവധികളുമാണ്. 10-12 ദിവസം കൊണ്ട് 200 കോടി എന്നുള്ളതൊക്കെ ഈസി ആയിട്ട് കവർ ചെയ്യും. അന്നേരം അങ്ങനെയാണെങ്കിൽ ഈ വർഷത്തെ ഇൻഡസ്ട്രിയൽ ഹിറ്റ്, അതായത് മലയാളത്തിൽ ഇയർ ടോപ്പർ വേൾഡ് വൈഡിൽ ദൃശ്യം 3 ആണ്. വാഴ 2 2ാം സ്ഥാനത്തിരിക്കുന്നു. ഈ 2 പടങ്ങളെ ഈസി ആയിട്ട് വെട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത് കഴിഞ്ഞിട്ടാണെങ്കിലും 3-4 ദിവസം അവധി വരുന്നുണ്ട്. ശ്രീകൃഷ്ണജയന്തി, ശനി, ഞായറും എല്ലാം വരുന്നുണ്ട്. അയാം ഗെയിം വരുന്നുണ്ടെങ്കിൽ പോലും ടിക്കറ്റ് കിട്ടാൻ മടങ്ങുന്നവരുടെ എണ്ണമാണ് നിവിൻ പോളിയുടെ ഏറ്റവും പുത്തൻ ഗിരീഷ് ഷേഡി സംവിധാനം ചെയ്ത ബദലേം കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ദൃശ്യം 3ക്ക് ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ വലിയൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നു. കാരണം ആ പടത്തിന് അതുപോലെ ഒരു പോസിറ്റീവ് ഉണ്ട്. ഭയങ്കര ബുക്കിങ്, 3-4 ദിവസത്തേക്ക് ബുക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്നു. പടം ഒരു വലിയ സംഭവം ഒന്നുമില്ലെങ്കിൽ തന്നെ അതിനൊരു കളക്ഷൻ, മിനിമം ഗ്യാരണ്ടി കളക്ഷൻ കിട്ടി. പക്ഷെ ഇതങ്ങനല്ല. നമുക്ക് ചിരിച്ച് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഓരോ സീനും നമ്മളിങ്ങനെ കണ്ട് രസിച്ചുകൊണ്ട് പോകാവുന്ന സിമ്പിൾ കഥയും ലോജിക്കൊന്നും ബദലേം കുടുംബ യൂണിറ്റിൻ്റെ വലിയ സംഭവമൊന്നും അല്ല. പക്ഷേ ഓരോ സീനും നമ്മളെ മുഷിപ്പില്ലാതെ ഇങ്ങനെ നല്ല രസമായിട്ട് ചിരിച്ചുകൊണ്ട് പോകുമ്പോൾ വന്നിട്ട് നല്ല എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസ് ഉള്ള പടം. നിവിൻ പോളി ആയിക്കോട്ടെ, മമിത ബൈജു ആയിക്കോട്ടെ, ചെറിയ ആർട്ടിസ്റ്റുകൾ ഒരു സീനി വരുന്നവർ പോലും നല്ല രസമായിട്ട് ചെയ്തു പോകുന്നൊരു സിനിമ. അതുകൊണ്ട് എല്ലാ കുടുംബമായിട്ട് പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും ആർക്കായാലും കാണുന്നവർക്ക് ഇഷ്ടപ്പെടും. അന്നേരം റെക്കോർഡ് തകർക്കും എന്നുള്ളത് വലിയ അതിശോക്തിയില്ല. ദൃശ്യം 3 ആയാലും വാഴ 2 ആയാലും ഇനി അങ്ങോട്ട് ലോക വെട്ടുക എന്നുള്ളതാണ്. 308 കോടി രൂപയോളം വേൾഡ് വൈഡ് വെട്ടുക എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്കറിയേണ്ടത്. അതല്ല ഇനി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന അടുത്ത ദിവസങ്ങളിൽ കളക്ഷൻ ആയിരിക്കും. എന്നാലും ആദ്യത്തെ 10-12 ദിവസത്തേക്ക് യോണാവധി തൂത്തുവാരി ദൃശ്യം 3യും വാഴയൊക്കെ വെട്ടാനുള്ള ചാൻസ് 100% ഉറപ്പാണ്.